നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു വിഷയമാണ്. അതെ. സ്റ്റീവൻ ഷാപ്പിൻ എന്നൊരു ശാസ്ത്രചരിത്രകാരന്റെ ചില നിരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ഇപ്പോ ശാസ്ത്രജ്ഞൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? മിക്കവാറും ഒരു വെളുത്ത ലാബ് കോട്ടിട്ട ഒരാള്. അതെ, ഗൗരവത്തോടെ എന്തോ ടെസ്റ്റ് ട്യൂബ് നോക്കിയിരിക്കുന്ന ഒരാള് അല്ലേ? അതെ. പക്ഷേ ആ ഒരു ചിത്രം എത്രത്തോളം ശരിയാണ് ഇന്ന്? അതാണ് ചോദ്യം. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ശാസ്ത്രലോകം. തീർച്ചയായും. പണ്ട് നമ്മൾ ഒരു ശാസ്ത്രജ്ഞന്റെ സ്വഭാവത്തെ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഗൂഗിൾ, ഫൈസർ അല്ലെങ്കിൽ ഹാർവർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളെയാണ്. ഈ ഒരു മാറ്റം അതെങ്ങനെ സംഭവിച്ചു? അതെ, പിന്നെ ശാസ്ത്രം നടക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണോ? ഈ ചോദ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതിലേറ്റവും രസകരമായൊരു കാര്യം ഷാപ്പിൻ പറയുന്നത് ചരിത്രത്തിൽ മിക്കപ്പോഴും ശാസ്ത്രം ഒരു ജോലിയേ ആയിരുന്നില്ല എന്നാണ്. വെറുമൊരു താൽപ്പര്യം കൊണ്ട് മാത്രം ചെയ്തിരുന്ന ഒന്ന്. അതെ. അതുപോലെ ഇന്നത്തെ കാലത്ത് മിക്ക ശാസ്ത്രജ്ഞരും യൂണിവേഴ്സിറ്റികളിലല്ല ജോലി ചെയ്യുന്നത് എന്നറിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കും അത്ഭുതം തോന്നാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ശാസ്ത്രം എന്നതൊരു മഹത്തായ വിളി അല്ലെങ്കിൽ ഒരു നോബിൾ കോളിംഗ് ആണെന്ന ഒരു ധാരണയുണ്ടല്ലോ. പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടതല്ലാതെ സത്യം കണ്ടെത്താനുള്ള ഒരു യാത്ര. ഈ ആശയം എവിടെ നിന്നാണ് വരുന്നത്? ഇതിന് വളരെ പഴയ വേരുകളുണ്ട്. ഷാപ്പിൻ ഒരു 2 പ്രധാന സ്രോതസ്സുകളാണ് പറയുന്നത്. ഓക്കെ. ഒന്നാമത്തേത് പുരാതന ഗ്രീക്ക് തത്വചിന്തയാണ്. അരിസ്റ്റോട്ടലിനെ പോലുള്ളവർ പറഞ്ഞത് അറിവ് നേടുക എന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക ആഗ്രഹമാണ് എന്നാണ്. മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അറിയാൻ വേണ്ടി മാത്രം അറിയുക. അതെ, അതുതന്നെ. അത് ധാർമ്മികമായി നല്ലൊരു കാര്യമാണെന്നും അവർ വിശ്വസിച്ചു. ശരി, അപ്പോ രണ്ടാമത്തെ ഉറവിടം? രണ്ടാമത്തേത് ക്രിസ്ത്യൻ പാരമ്പര്യമാണ്. അവർ പ്രകൃതിയെ കണ്ടിരുന്നത് ദൈവത്തിന്റെ രണ്ടാമത്തെ പുസ്തകം ആയിട്ടാണ്. ബൈബിൾ ഒന്നാമത്തെ പുസ്തകം. അതെ. ബൈബിൾ ദൈവത്തിന്റെ വാക്കുകളാണെങ്കിൽ പ്രകൃതി ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ പ്രകൃതിയെ പഠിക്കുന്നത് ദൈവത്തെ അറിയുന്നത് പോലെയായിരുന്നു. ഒരുതരം ആത്മീയ സാധന. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചാൾസ് ഡാർവിനെയാണ്. അദ്ദേഹം ഒരു ശമ്പളം വാങ്ങുന്ന ശാസ്ത്രജ്ഞനായിരുന്നില്ലല്ലോ. അല്ല. സ്വന്തമായി സാമ്പത്തിക ശേഷിയുള്ള, ലോകം ചുറ്റി പ്രകൃതിയെ നിരീക്ഷിച്ച ഒരു ജെന്റിൽമാൻ നാച്ചുറലിസ്റ്റായിരുന്നു. അപ്പോ അതായിരുന്നു അന്നത്തെ ഒരു മാതൃക. കൃത്യമായി പറഞ്ഞു. 20-ാം നൂറ്റാണ്ട് വരെ മിക്ക ശാസ്ത്രജ്ഞരും അങ്ങനെയായിരുന്നു. അവർക്ക് വേറെ വരുമാനമാർഗങ്ങളുണ്ടായിരുന്നു. ശാസ്ത്രം അവരുടെ ഒരു പാഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കള്ളം പറയില്ല എന്നൊരു വിശ്വാസം. അതെ, അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ അവരുടെ ആ ഒരു വ്യക്തിപരമായ സത്യസന്ധതയായിരുന്നു അവരുടെ ശാസ്ത്രത്തിന്റെ വിശ്വാസ്യതയുടെ അടിസ്ഥാനം. ആ ഒരു ബഹുമാനം ഇന്നും ശാസ്ത്രത്തിന് കിട്ടുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ അതാണ്. ശരി, അപ്പോ എന്റെ ഒരു സംശയം, പണ്ട് നമ്മൾ ഡാർവിനെ പോലുള്ള വ്യക്തികളെ വിശ്വസിച്ചു. ഇന്ന് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ഹാർവർഡ്, MIT പോലുള്ള പേരുകളെയാണ്. അതെ. ഇന്റർനെറ്റിൽ ഒരാൾ ഒരു കണ്ടുപിടുത്തം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷേ MITയിലെ പഠനമെന്ന് കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കും. എപ്പോഴാണ് ഈ മാറ്റം വന്നത്? വ്യക്തിയിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് വിശ്വാസം മാറിയത് എങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യമാണ്. അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഷാപ്പിൻ ഇതിനൊരു 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് സെക്യുലറൈസേഷൻ, അതായത് മതപരമായ കാഴ്ചപ്പാടുകൾക്ക് സമൂഹത്തിൽ പ്രാധാന്യം കുറഞ്ഞു. അപ്പോ പ്രകൃതിയെ ഒരു ദൈവികമായി കാണുന്ന രീതി മാറിയപ്പോൾ ശാസ്ത്രജ്ഞനെ ഒരു പുണ്യവാനായി കാണുന്ന രീതിക്കും മാറ്റം വന്നു. അയാൾ വേറൊരു തൊഴിലെടുക്കുന്ന ആളെപ്പോലെയായി. ശരി, അപ്പോൾ രണ്ടാമത്തെ കാരണം ഈ സയന്റിഫിക് മെത്തേഡിന് കിട്ടിയ പ്രാധാന്യമാണോ? അതെ, അതുതന്നെ. കണ്ടുപിടുത്തം നടത്തുന്നത് ഒരു വ്യക്തിയുടെ പ്രതിഭ കൊണ്ടാണ് എന്നതിനേക്കാൾ ഒരു പ്രത്യേക രീതി പിന്തുടരുന്നതുകൊണ്ടാണ് ആ കണ്ടുപിടുത്തം വിശ്വസനീയമാകുന്നത് എന്നൊരു ചിന്ത വന്നു. ഒരു പാചകക്കുറിപ്പ് പോലെ. അതെ, ആരെ ആ റെസിപ്പി ഫോളോ ചെയ്താലും ഒരേ കേക്ക് കിട്ടണം. അപ്പൊ പാചകക്കാരനേക്കാൾ പ്രധാനം റെസിപ്പിക്കാണ്. അതുപോലെ വിശ്വാസം വ്യക്തിയിൽ നിന്ന് രീതിയിലേക്ക് മാറി. അപ്പോൾ മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. ശാസ്ത്രം ഒരു ജോലിയായി മാറി. അതെ, അതായിരുന്നു ഏറ്റവും വലിയ വഴിത്തിരിവ്. ശാസ്ത്രജ്ഞർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. അവർ യൂണിവേഴ്സിറ്റികളിലോ കമ്പനികളിലോ ഒക്കെ ജോലി ചെയ്യാൻ തുടങ്ങി. അതോടെ ഒരു ശാസ്ത്രജ്ഞൻ നല്ല മനുഷ്യനാണോ എന്നതിനേക്കാൾ അവർ ഭാഗമായ സ്ഥാപനത്തിന് നല്ല പേരുണ്ടോ, അവിടെ ശരിയായ നടപടിക്രമങ്ങളുണ്ടോ എന്നൊക്കെയായി വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ പിയർ റിവ്യൂ പോലെയുള്ള കാര്യങ്ങൾ. അതെ, പിയർ റിവ്യൂ പോലുള്ള സംവിധാനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രം ഒരു ജോലിയായതോടെ
അതിന്റെ വിശ്വാസ്യതയുടെ ഉറവിടവും വ്യക്തിയിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് മാറി. ഇനിയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഭാഗം. ശാസ്ത്ര ഗവേഷണമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരു യൂണിവേഴ്സിറ്റി ലാബിന്റെ ചിത്രമാണ്. അതെ, പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അമേരിക്കയിലെ കാര്യം നോക്കിയാൽ ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ജോലി ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റികളിലായിരുന്നില്ല. പിന്നെയോ? വ്യവസായ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ആയിരുന്നു. ഒരുപക്ഷെ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ റീസർച്ച് നടക്കുന്നത് ഇൻഡസ്ട്രിയിലാണ്. അതിനൊരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. 20-ാം നൂറ്റാണ്ടിലെ വലിയ കണ്ടുപിടുത്തങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കൂ. ട്രാൻസിസ്റ്റർ, ലേസർ, സോളർ സെൽ. ഇൻഫർമേഷൻ തിയറി. അതെ, ഇൻഫർമേഷൻ തിയറി, യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം വന്നത് AT&Tയുടെ ബെൽ ലാബ്സിൽ നിന്നാണ്, ഒരു കമ്പനിയിൽ നിന്ന്. ശരിയാണ്. അതുപോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മൗസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ലേസർ പ്രിന്റർ, ഇതൊക്കെ വികസിപ്പിച്ചത് സിറോക്സ് പാർക്ക് എന്നൊരു കോർപ്പറേറ്റ് ലാബിലാണ്. അപ്പോ യൂണിവേഴ്സിറ്റികളല്ല, കമ്പനികളായിരുന്നു പലപ്പോഴും ഇന്നൊവേഷന്റെ കേന്ദ്രം. പലപ്പോഴും അതെ. പക്ഷെ ഒരു സംശയം, കമ്പനികൾക്ക് ലാഭമല്ലേ പ്രധാനം? അപ്പോൾ ലാഭമുണ്ടാക്കാത്ത ഒരു ഗവേഷണത്തിന് ഒരു കമ്പനി എത്ര കാലം പണം മുടക്കും? ഒരു ഫാർമ കമ്പനിയിലെ ശാസ്ത്രജ്ഞന് അവരുടെ മരുന്ന് വിൽക്കുക എന്ന ലക്ഷ്യമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ പറ്റുമോ? അതൊരു ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഷാഹപ്പിൻ പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ്. അതെങ്ങനെ? കാരണം യൂണിവേഴ്സിറ്റിയിലായാലും കമ്പനിയിലായാലും ഒരു ശാസ്ത്രജ്ഞൻ ആഗ്രഹിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. എന്താണ്? രസകരമായ ജോലികൾ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു സർഗാത്മകത, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഓട്ടോണമി. അതെ, ഓട്ടോണമി. നല്ല കമ്പനികൾ അവരുടെ ശാസ്ത്രജ്ഞർക്ക് ഈ സ്വാതന്ത്ര്യം കൊടുക്കും. കാരണം അവർക്കറിയാം, ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അടിസ്ഥാനപരമായ ഗവേഷണങ്ങളാണ് ഏറ്റവും വലിയ ലാഭം കൊണ്ടുവരുന്നതെന്ന്. അപ്പൊ ഈ അറിവും കച്ചവടവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, ഇന്നത്തെ ഒരു നോളജ് ഇക്കോണമിയിൽ അതിന് വലിയ പ്രസക്തിയില്ല. ഇന്നൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ പേറ്റന്റ് എടുക്കുന്നു, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. അതേസമയം ഗൂഗിളിലെ സയന്റിസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ച് അടിസ്ഥാനപരമായ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം. അല്ല, അവർക്ക് നല്ല റിസർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. യൂണിവേഴ്സിറ്റി മാത്രമാണ് ശുദ്ധമായ ശാസ്ത്രത്തിന്റെ ഇടം എന്ന ധാരണയൊക്കെ കാലഹരണപ്പെട്ടു. ശരി. അപ്പോ നമ്മൾ വ്യക്തിയിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് വിശ്വാസം മാറിയെന്ന് പറഞ്ഞു. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. അതെ, വ്യക്തി വീണ്ടും താരമാകുന്നൊരു മേഖലയുണ്ട്, സ്റ്റാർട്ടപ്പുകൾ. ഇത് വളരെ രസകരമായി തോന്നുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതെ, ഇത് ഈ ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബയോടെക്, AI, ടെക് പോലുള്ള പുതിയ മേഖലകളിൽ അവിടെ വ്യക്തിപരമായ കരിഷ്മയ്ക്കും കാഴ്ചപ്പാടിനും ഭയങ്കര പ്രാധാന്യമാണ്. എന്തുകൊണ്ടാണത്? കാരണം ആ മേഖലകൾ അങ്ങേയറ്റം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഒരു പുതിയ ആശയം വിജയിക്കുമോ എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ അവിടെ ഒരു സ്ഥാപനത്തിന്റെ പേരിനോ ചരിത്രത്തിനോ വലിയ വിലയില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? അവര് വിശ്വസിക്കുന്നത് ആ സംരംഭകനായ വ്യക്തിയെയാണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്കിടയിൽ ഒരു ചൊല്ലു തന്നെയുണ്ട്. കുതിരയുടെ പുറത്തല്ല, കുതിരക്കാരന്റെ പുറത്താണ് പന്തയം വെക്കേണ്ടതെന്ന്. ബെറ്റ് ഓൺ ദ ജോക്കി, നോട്ട് ഓൺ ദ ഹോഴ്സ്. അതായത് ടെക്നോളജിയേക്കാൾ പ്രധാനം അതിന് പിന്നിലുള്ള ആൾക്കാരാണോ? അതെ, ആ വ്യക്തിയുടെ കഴിവും കാഴ്ചപ്പാടുമാണ് പ്രധാനം. ഇത് സ്റ്റീവ് ജോബ്സിന്റെ കാര്യം പോലെയാണല്ലേ? ആളുകൾ പണം മുടക്കിയത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലും ആത്മവിശ്വാസത്തിലുമായിരുന്നു. കൃത്യമായി. സ്റ്റീവ് ജോബ്സ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. പക്ഷെ ഇതൊരു ഇരുതലവാളാണ്. അതെങ്ങനെ? ഒരു വശത്ത് സ്റ്റീവ് ജോബ്സിനെ പോലുള്ള പ്രതിഭകളുണ്ട്, മറുവശത്ത് തെരാനോസിന്റെ എലിസബത്ത് ഹോംസിനെ പോലുള്ളവരുമുണ്ട്. ഓ, ശരിയാണ്. അവരുടെ കരിഷ്മയും കഥയും കാരണം ആളുകൾ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചു. പക്ഷെ അതിന് പിന്നിലെ ശാസ്ത്രം പൊള്ളയായിരുന്നു. ഇത് കാണിക്കുന്നത് അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയെയാണ് എല്ലാവരും തേടുന്നത്. ചിലപ്പോൾ ആ വിശ്വാസം ശരിയാകാം, ചിലപ്പോൾ വലിയ അബദ്ധവുമാകാം. അങ്ങനെ വ്യക്തി വീണ്ടും കേന്ദ്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? നമ്മുടെ മനസ്സിലെ ആ പഴയ ചിത്രം, ആ വെളുത്ത കോട്ടിട്ട ശാസ്ത്രജ്ഞൻ, അതൊരു കാലഹരണപ്പെട്ട ഫോട്ടോയാണ്. അതെ, ശാസ്ത്രം ഒരു പുണ്യപ്രവൃത്തിയാണെന്ന പഴയ ധാരണയിൽ നമ്മൾ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകം അത് പണം, കച്ചവടം, സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത, പിന്നെ വ്യക്തിപ്രഭാവം,
ഇവയെല്ലാം ചേർന്ന ഒന്നാണ്. തികച്ചും മാനുഷികമായ ഒരു പ്രവർത്തനമാണ് ശാസ്ത്രം. അത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ഗ്ലാസ് ടവറിൽ നിൽക്കുന്ന ഒന്നല്ല. അതെ. പണം, വ്യക്തിത്വം, ചരിത്രം, സ്ഥാപനങ്ങൾ ഇതെല്ലാം അതിനെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പല തർക്കങ്ങൾക്കും, അതായത് ടീം വർക്കാണോ അതോ വ്യക്തികളുടെ പ്രതിഭയാണോ നല്ലത് എന്നതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേരുകളുണ്ട്. പലതും പഴയ വാദങ്ങളുടെ പുതിയ രൂപങ്ങൾ മാത്രം. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ശാസ്ത്രത്തിലുള്ള നമ്മുടെ വിശ്വാസം വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് മാറിയെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോഴെന്ത് സംഭവിക്കും? യൂണിവേഴ്സിറ്റികളും വലിയ കമ്പനികളും വിവാദങ്ങളിൽ പെടുമ്പോൾ, അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതേസമയം സ്റ്റാർട്ടപ്പ് ലോകത്ത് കരിഷ്മയുള്ള വ്യക്തികൾ നമ്മളെ ആകർഷിക്കുന്നു. പക്ഷെ അവർ സ്റ്റീവ് ജോബ്സ് ആണോ എലിസബത്ത് ഹോംസ് ആണോ എന്ന് നമുക്കുറപ്പില്ല. അപ്പോൾ വ്യക്തിയെയും സ്ഥാപനത്തെയും ഒരുപോലെ സംശയത്തോടെ നോക്കേണ്ടി വരുന്ന ഈ ലോകത്ത് എന്തിനെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും എങ്ങനെ തീരുമാനിക്കും?